സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഉള്ളത് വിയറ്റ്നാമിലെ ബാണ ഹിൽസ് കേബിൾ കാർ ടൂറിസം സെൻ്ററിലാണ്. ഈ കേബിൾ കാർ ടൂറിസത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചിരുന്നു. ഇന്ന് നമ്മൾ ഇവിടുത്തെ ഒരു ഗോൾഡൻ ബ്രിഡ്ജുണ്ട്. ആ ചിത്രത്തിൽ കണ്ടതുപോലെ വളരെ മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഒരു ഗോൾഡൻ ബ്രിഡ്ജ്, മലമുകൾക്ക് കുറുകയായിട്ട് നിർമ്മിച്ചിട്ടുള്ള ആ ഗോൾഡൻ ബ്രിഡ്ജിലേക്ക് നമ്മളിങ്ങനെ കേബിൾ കാറിൽ യാത്രയാകുകയാണ്. കേബിൾ കാറിൽ വന്നിട്ട് നമ്മൾ ഈ എസ്കലേറ്റർ ഇറങ്ങി താഴെ പോകുമ്പോൾ ആണ് ആ ഗോൾഡൻ ബ്രിഡ്ജിലേക്കുള്ള ഗേറ്റ് വേ ആരംഭിക്കുന്നത്. ഇതാണ് ആ ഗോൾഡൻ ബ്രിഡ്ജിലേക്ക് നമ്മൾ പോകാനുള്ള ഗേറ്റ് വേ. ഇവിടെ നമുക്ക് ഗോൾഡൻ ബ്രിഡ്ജിൻ്റെ സുവനീറുകളും മറ്റും വാങ്ങിക്കാൻ കിട്ടും. ഇതാണ് അതിൻ്റെ ശരിക്കുള്ള ഒറിജിനൽ ചിത്രം. പക്ഷേ നമ്മൾ ഇവിടെ ഈ വന്ന സമയത്ത് പരക്കെ കോടമഞ്ഞായിരുന്നു. കോടമഞ്ഞ് കാരണം ഒന്നും കാണാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു. എന്നിരുന്നാലും ആ മഞ്ഞിൽ ലയിച്ചുകൊണ്ട് നമ്മൾ മഞ്ഞുമൂടിയ ഗോൾഡൻ ബ്രിഡ്ജിൻ്റെ മുകളിലൂടെ മറ്റ് ടൂറിസ്റ്റുകൾക്കൊപ്പം നടക്കുകയും ഫോട്ടോ എടുക്കുകയും എല്ലാം ചെയ്തു. പക്ഷേ ഈ മഞ്ഞ് ഇത്രയും വ്യാപകമല്ലായിരുന്നെങ്കിൽ നമുക്കൊരു അടിപൊളി വീഡിയോ ഇവിടുന്ന് ലഭ്യമാകുമായിരുന്നു. നിർഭാഗ്യവശാൽ നമുക്ക് അത് കിട്ടിയില്ല. കാരണം വളരെ ഒരു കൊക്കയ്ക്ക് മുകളിലൂടെ എൻജിനീയറിംഗ് വിസ്മയമായി നിർമ്മിച്ചിട്ടുള്ള ഒരു ബ്രിഡ്ജാണ് ഈ ഗോൾഡൻ ബ്രിഡ്ജ്. രണ്ട് കൈകളിൽ ഏതാണ്ട് 1/2 കിലോമീറ്ററോളം വരുന്ന ബ്രിഡ്ജ് ഇങ്ങനെ പണിഞ്ഞിരിക്കുക, താങ്ങി നിർത്തുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശരിക്കും ഈ മഞ്ഞില്ലായിരുന്നെങ്കിൽ ഇതൊരു എൻജിനീയറിംഗ് വിസ്മയം എന്ന നിലയ്ക്ക് നമുക്ക് മനോഹരമായ ഒരു കാഴ്ച സമ്മാനിക്കുമായിരുന്നു. നല്ല മഞ്ഞുണ്ടായിരുന്നിട്ടും വന്നിട്ടുള്ള ടൂറിസ്റ്റുകളെല്ലാം തന്നെ ഇവിടെ നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കുകയും ഇത് ആഘോഷിക്കുകയും ചെയ്യുന്ന തിരക്കിലായിരുന്നു. അപ്പം നമുക്ക് ഗോൾഡൻ ബ്രിഡ്ജിൻ്റെ ബാക്കി കാഴ്ചകൾ കൂടി കണ്ടുവരാം. മഞ്ഞിനെ വകവയ്ക്കാതെ യാത്രയുടെ ആവേശത്തിൽ ഏതാണ്ട് 1/2 കിലോമീറ്ററോളം ഉള്ള ആ ബ്രിഡ്ജിലൂടെ തണുത്ത് വിറച്ചുകൊണ്ട് മറ്റുള്ള ടൂറിസ്റ്റുകളോടൊപ്പം നമ്മൾ നടന്നു. ഇവിടെയെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോ എടുക്കുന്നതിനുള്ള ഫോട്ടോ പോയിന്റുകളും മറ്റുമുണ്ടായിരുന്നു. ആ താങ്ങി നിൽക്കുന്ന കൈയുടെ ചിത്രമാണ് മഞ്ഞിൻ്റെ മറവിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സൂപ്പർ കാഴ്ചകളായിരുന്നു. ശരിക്കും ഇത് വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് എപ്പോഴും ഒന്നും ഇത് പോയി കാണാൻ പറ്റത്തില്ല. പക്ഷേ പോയ സമയത്ത് ഇങ്ങനെ മഞ്ഞായിപ്പോയി. എന്ത് ചെയ്യാം? പിന്നെ ആ മഞ്ഞിനോടങ്ങ് ഒരുമിച്ച് മഞ്ഞിനോടൊത്ത് ആർത്തുല്ലസിച്ച് നടക്കുക എന്നത് മാത്രമായിരുന്നു പോംവഴി. എവിടെയും സൂപ്പർ എക്സ്പീരിയൻസ് മാത്രമാണ്. ശരിക്കും ഈ ബാണ ഹില്ലിലെ ഈ കേബിൾ കാർ ടൂറിസം ഈ ഒരു മലയുടെ മുകളിൽ ഒരു അത്ഭുത ലോകമാണ് നമുക്കായി തുറന്നിട്ടിരിക്കുന്നത്. ഈ ഗോൾഡൻ ബ്രിഡ്ജ്, പിന്നൊരു പഗോഡ, റോസ് ഗാർഡൻ, അതുപോലെ റോക്ക് ഗാർഡൻ, ക്രിസ്ത്യൻ ചർച്ചുകൾ, പഗോഡകൾ, ബിയർ പാർലറുകൾ, അതുപോലെ വലിയ വമ്പൻ ഹോട്ടലുകൾ, അങ്ങനെ ആധുനിക ജീവിതം ആവശ്യപ്പെടുന്ന എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തി നിർമ്മിച്ചിട്ടുള്ള ഒരു മലമുകളിലെ ടൗൺഷിപ്പാണ് ഈ ബാണ ഹിൽ ടൂറിസം.
സൺവേൾഡ് എന്നാണ് അറിയപ്പെടുന്നത്. തലങ്ങും വിലങ്ങും പല ഭാഗത്തേക്കും പോകുവാൻ കേബിൾ കാറുകൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇതാണ് ആ ബ്രിഡ്ജിൻ്റെ ശരിക്കുള്ള രൂപം. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് ഇവിടെ ഇറങ്ങുമ്പോൾ ഇതിൻ്റെ സെൻറ്ററാണ്. ഇവിടെ നമുക്ക് ഇതിൻ്റെ സുവനീറും മറ്റും വാങ്ങിക്കാൻ കിട്ടും. പിന്നെ വിവിധതരം വിയറ്റ്നാമീസ് സ്നാക്സും അതുപോലെ തുണിത്തരങ്ങളും മറ്റ് കരകൗശല ഉൽപ്പന്നങ്ങളും എല്ലാം ഇവിടെ പ്രദർശനത്തിനും വിൽപ്പനയ്ക്കുമായി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അതെല്ലാം കണ്ടുകൊണ്ട് മുന്നോട്ട് നടന്നു. ഇവിടെ തന്നെ ഇതുകൂടാതെ ഫ്രഞ്ച് വില്ലേജ് ഉണ്ട്, പിന്നെ നിരവധി ഹോട്ടലുകളുണ്ട്, പിന്നെ മറ്റ് ഒരുപാട് ഉല്ലാസ സൗകര്യങ്ങൾ ഇവിടെ അവർ ഒരുക്കി വച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇവിടുത്തെ തട്ടുകടകളിലെ ഫുഡിൻ്റെ വൈവിധ്യം ആസ്വദിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് നടക്കുമ്പോൾ ഇതെല്ലാം കണ്ടും കേട്ടും കുറേ ഇന്ത്യക്കാരും ഉണ്ടായിരുന്നു. നമുക്കിതെല്ലാം ശരിക്കും ആദ്യത്തെ കാഴ്ചകളാണ്. ഇത്ര വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ നല്ല മികവാർന്ന ഭക്ഷണവും മറ്റ് ഉൽപ്പന്നങ്ങളും വിൽപ്പനയ്ക്കായിട്ട് കലാപരമായി തന്നെ അടുക്കി വച്ചിരിക്കുന്നത് കാണുവാൻ ഒരു പ്രത്യേക ചന്തമായിരുന്നു. വൃത്തിയാണ് ഇവിടുത്തെ മെയിൻ. നമുക്കില്ലാത്തതും അതുതന്നെ. ഏതൊരു മുക്കിലും മൂലയിലും പോയാലും ഈ വിയറ്റ്നാം വൃത്തിയുടെ കേന്ദ്രമാണ്. കാണുവാൻ തന്നെ നല്ല ചന്തമുള്ള കാഴ്ചകൾ. സൂപ്പർ സൂപ്പർ, ഒന്നും പറയാനില്ല. അപ്പം നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇനി ഈ ടൂറിസം സെൻ്ററിൽ നിന്നും തിരികെ മടങ്ങാനുള്ള തത്രപ്പാടിലാണ്. ക്യൂ നിന്ന് ഇങ്ങനെ നമ്മൾ ഇതിൽ കയറി, കേബിൾ കാറിൽ കയറി. നമ്മുടെ കേബിൾ കാറിൽ നമ്മളോടൊപ്പമുള്ള സഞ്ചാരികളാണ്. പേടിച്ച് വിറച്ചിരിക്കുന്നവരെ കാണാം. 2 ഫാമിലീസ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അവരിങ്ങനെ ഈ കേബിൾ കാർ അന്തമില്ലാതെ ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ ഇടയ്ക്കൊക്കെ അത് കുലുങ്ങും. അതിൻ്റെ ഇങ്ങനെ പേടിച്ച് വിറച്ചിരിക്കുകയാണ്. നമുക്ക് ഉള്ളിൽ ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നമ്മളത് വയ്ക്കാതെ ഇങ്ങനെ ധൈര്യവാനെ പോലെ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ കുറേ താഴ്ച എത്തുന്നിടം വരെ മഞ്ഞാണ്. അതുകൊണ്ട് വെളിയിലുള്ള കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ഈ മഞ്ഞിലൂടെ ഇങ്ങനെ കേബിൾ കാറുകൾ ഊളയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാമായിരുന്നു. വളരെ മനോഹരമായ ഒരു മഞ്ഞ് കാഴ്ചയായിരുന്നു. ആ കേബിളിൻ്റെ പില്ലറെല്ലാം കണ്ടോ, ഒന്നും കാണാൻ പറ്റത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടന്നു പോകുമ്പോൾ, കേബിൾ കാർ കടന്നു പോകുമ്പോൾ മാത്രമേ നമുക്ക് എന്തെങ്കിലും കാഴ്ച ലഭ്യമാകുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു 10 മിനിറ്റോളം ഈ കേബിൾ കാറിൽ സഞ്ചരിച്ച് വേണം തിരികെ മെയിൻ ലാൻഡിലേക്ക് എത്തിച്ചേരാൻ. അങ്ങനെ മഞ്ഞുപാളികളെ തള്ളി നീക്കിക്കൊണ്ട് നമ്മുടെ കേബിൾ കാർ ലാൻഡ് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് മഞ്ഞ് വന്ന് വീണ്ടും വീണ്ടും കാഴ്ചകൾ മറച്ചുകൊണ്ടേയിരുന്നു. നല്ല മഞ്ഞത്ത് അരിച്ചിറങ്ങുന്ന തണുപ്പിൽ ഈ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ നമ്മൾ താഴേക്ക് വന്നുകൊണ്ടേയിരുന്നു. താഴേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ ചെറിയ കാഴ്ചകൾ കണ്ടു തുടങ്ങി. എപ്പോഴും ഇങ്ങനെ തലങ്ങും വിലങ്ങും കേബിൾ കാറുകൾ ചീറിപ്പാഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ നമ്മുടെ കേബിൾ കാറ് താഴേക്ക് എത്താറാകുമ്പോൾ ആ താഴെയുള്ള ഈ അമ്യൂസ്മെൻ്റ് പാർക്കിൻ്റെ എൻട്രൻസും മറ്റും ചെറുതായിട്ട് ദൃശ്യമായി തുടങ്ങി. അപ്പോൾ നിരവധി കേബിൾ കാറുകൾ ആ സമയം മുകളിലേക്ക് പോകുന്നത് നമുക്ക് ദൃശ്യമായി തുടങ്ങി. അപ്പോൾ ഒരു മലയിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്ന സംരംഭമാണ്. നമ്മുടെ നാട്ടിൽ ഇത് സങ്കല്പിക്കാൻ കഴിയുമോ? ഇവിടെ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പോയാൽ തന്നെ ഉടനെ വിവാദങ്ങളായി, മറ്റേതായി, പരിസ്ഥിതി സംരക്ഷണമായി ഒന്നും സമ്മതിക്കാത്ത ഒരു നാട്. നമ്മളെന്നും ഇങ്ങനെ തന്നെ നിൽക്കാനാണ് നമ്മുടെ വിധി. അവരിങ്ങനെ
ഫാമിലി ഉല്ലസിച്ച് ഈ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ ആനന്ദിക്കുകയാണ്. കൂട്ടത്തിൽ ഇതെല്ലാം കണ്ടുകൊണ്ട് പാവം ഞാനും. 지금 오시면 될 것 같아요. 지금 오세요. 그렇게 보내. 지금 오세요. 아니 맞췄어? 지금 와주세요. 그래 나와. 맞아. അങ്ങനെ നമ്മുടെ കേബിൾ കാർ നിലം തൊടാൻ തുടങ്ങുകയാണ്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട വെള്ളച്ചാട്ടം ഇങ്ങനെ വരുന്നത് കാണാം. കേബിൾ കാർ അങ്ങനെ നമ്മുടെ സെൻറ്ററിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കേബിൾ കാർ ഈ ഓപ്പറേറ്റിംഗ് സെൻറ്ററിലേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ നമ്മൾ എല്ലാവരും കേബിൾ കാറിനകത്തു നിന്നും പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ മുന്നോട്ട് പോയി. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നേരത്തെ കാണിച്ചതായതുകൊണ്ട് നമ്മൾ പിന്നെ അവിടെ ചിത്രീകരിക്കാൻ നിന്നില്ല. അവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ വീണ്ടും മലമുകളിലേക്ക് പോകുന്ന കേബിൾ കാറുകളുടെ നീണ്ട നിര കണ്ടു. അതിനുശേഷം നമ്മൾ താഴോട്ട് വരുമ്പോൾ മത്സ്യങ്ങൾ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന കുളം കുറച്ചു നേരം നോക്കി നിന്നു. ബഹുവർണ്ണ മത്സ്യങ്ങളുടെ അവിടെ കിടന്നുള്ള ആ നീന്തൽ വളരെ മനോഹരമായിട്ട് നമുക്ക് തോന്നി. കുറേ നേരം അതിൻ്റെ വീഡിയോ എടുത്തു. അതിനുശേഷം നമ്മുടെ ബൈക്ക് ടാക്സിക്കാരനെത്തി. ഞങ്ങൾ രണ്ടും കൂടെ ഗ്രാബ് ടാക്സിയിൽ കയറി ദനാങ് സിറ്റി ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങി. വളരെ നല്ലൊരു സുഹൃത്തായിരുന്നു. അദ്ദേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുന്നു.